ഹായ് ഓൾ. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയുടെ 5ാമത്തെ യൂണിറ്റ് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ 6ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ടുവേർഡ്സ് സേഫർ എൻവയോൺമെൻറ്റ്. ഓക്കെ നമുക്ക് വായിക്കാം. In the present day scenario, some countries have already developed and some are on their path of development. Both these categories of nations use a lot of chemicals for their industries and other developmental activities. ഇന്നത്തെ ഒരു സിനാരിയോയിൽ എന്താണ്, കുറേ കൺട്രീസ് ഓൾറെഡി ഡെവലപ്ഡ് ആയി, ചിലർ ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. അപ്പോൾ ബോത്ത് ദീസ് കാറ്റഗറീസ് ഓഫ് നേഷൻസ് യൂസ് എ ലോട്ട് ഓഫ് കെമിക്കൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രീസ് ആൻഡ് അതർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ആ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്ക്കും ഇൻഡസ്ട്രീസ് പർപ്പസിനും എല്ലാം ഒരുപാട് കെമിക്കൽസ് ഈ കൺട്രീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഹൗ ടു execute developmental activities as well as move towards a safer environment. In the previous unit, that is Unit 5, you have already learned about one such way of moving towards the safer environment, that was planning a green synthesis for some such chemicals. അപ്പോൾ നമ്മൾ ഗ്രീൻ സിന്തസിസ്, ഇബുപ്രൊഫൻ്റെ സിന്തസിസ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. In green synthesis, as you know, we may replace more harmful chemicals with the less harmful ones during the course of synthesis. Okay, അപ്പോൾ ഈ ഒരു സിന്തസിസ് പ്രോസസ്സിൽ നമ്മൾ ചില ഹാംഫുൾ കെമിക്കൽസിനെ മാറ്റി വേറൊരു ലെസ് ഹാംഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഹാംഫുൾ അല്ലാത്ത കോമ്പൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് ആ സ്റ്റെപ്പിലൂടെയാണ് സിന്തസിസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഹിയർ വി വിൽ ബി ഡിസ്കസിങ് 3 specific cases as examples of how harmful chemicals during the course of synthesis were replaced by the greener options as the alternative. ഓക്കെ, ഇവിടെ നമ്മൾ 3 റിയാക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 കോഴ്സ് ഓഫ് how the harmful chemicals during the course of synthesis were replaced. എങ്ങനെ അത് ഹാംഫുൾ കെമിക്കൽസിനെ റീപ്ലേസ് ചെയ്ത് ഗ്രീനർ ഓപ്ഷൻസ് ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുക. We will discuss the use of microbes as environmentally benign synthetic catalyst for the synthesis of adipic acid, catechol and BHD. We will take the second case of use of safe marine anti-fouling agents that are used to protect the hulls of the boats and ships from getting coated by slimes, bacteria, algae, etc. That fouling thus leads to more fuel consumption and affects the economy. Harmful antifoulants pollute the environment. The use of alternative safe marine antifoulants which were free from such disadvantages was encouraged to replace the harmful ones. അതായത് ആദ്യം നമ്മൾ യൂസ് ഓഫ് മൈക്രോബ്സ് ആസ് എൻവയോൺമെൻ്റലി ബെനിങ് സിന്തറ്റിക് കാറ്റലിസ്റ്റ് for the synthesis of adipic acid, catechol and BHD. Adipic acid, catechol, BHD അതിൻ്റെ എല്ലാം സിന്തസിസിൽ ആ സിന്തസിസിനെ സഹായിക്കുന്ന ചില മൈക്രോബ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, യൂസ് ഓഫ് മൈക്രോബ്സ് ആസ് എൻവയോൺമെൻ്റലി ബെനിങ് സിന്തറ്റിക് കാറ്റലിസ്റ്റ് for the synthesis of adipic acid, catechol and BHD. We'll take the second case of use of safe marine anti-fouling agents. ആൻറ്റി ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ വലിയ കപ്പലൊക്കെ കടലിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഡെഡ് ഡീക്കേയിങ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ബാക്കി പ്ലാന്റ്സിൻ്റെ വേസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളതെല്ലാം സ്ലൈംസ്, ബാക്ടീരിയ, ആൽഗെ ഇതെല്ലാം തടഞ്ഞു നിന്ന് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കും. അപ്പം മൂവ്മെൻ്റ് എല്ലാം ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരുപാട് ഫ്യൂവൽസ് കൺസ്യൂം ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അതെല്ലാമാണ് ആ ഹള്ളെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കപ്പലിൻ്റെ അടിഭാഗം. ഓക്കെ, കപ്പലിൻ്റെ അടിത്തട്ട്. The fouling thus leads to more fuel consumption and affects the economy. Okay, fouling അപ്പോൾ എന്താണ്, കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്നതിന് കാരണമാവും and affects the economy affect ചെയ്യും. Harmful antifoulants pollute the environment. Okay, the use of alternative safe marine antifoulants which were free from such disadvantages was encouraged to replace the harmful ones. അപ്പോൾ use of alternative safe marine antifoulants
which were free from such disadvantages, was encouraged to replace the harmful ones. അപ്പോൾ ഹാംഫുൾ അല്ലാത്ത വേറെ ആൻറ്റി ഫൗലൻസ് യൂസ് ചെയ്താൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. The last example about which we would deliberate on is the use of molting agents, which were very toxic and very harmful to the environment. ഓക്കെ, മോൾട്ടിങ് ഏജൻസിൻ്റെ യൂസിനെ കുറിച്ചാണ് പറയുന്നത്. വി വുഡ് ഡിസ്കസ് ദാറ്റ് ഹൗ ദീസ് were replaced by the alternative safer molting agents. നോക്കാം. You would appreciate that the application of the knowledge of chemistry to give safer alternatives for use is the real challenge. ഓക്കെ, ആ ഒരു സേഫർ ആൾട്ടർനേറ്റീവ്സ് അതെങ്ങനെ എന്താ സെലക്ട് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഒരു റിയൽ ചലഞ്ചാണ്. Therefore it is worth studying at this stage how people and scientists really took this challenge and provided the safe alternative for the environment as well as for the human health and for the other organism. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയെക്കുറിച്ച് പഠിച്ച് ഈ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നതും എല്ലാം നമ്മൾ എന്താണ് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ മറ്റു ഓർഗാനിസത്തിനെയും എൻവയോൺമെൻറ്റിനെയും ബാധിക്കാത്ത രീതിയിൽ സേഫ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ബർത്ത്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ സ്റ്റഡീസ് നമ്മൾ ഈ ഗ്രീൻ കെമിസ്ട്രി പഠിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. വി ഹോപ്പ് യു വുഡ് എൻജോയ് സ്റ്റഡിങ് ദ കണ്ടൻസ് ഓഫ് ദിസ് യൂണിറ്റ്. ദിസ് വുഡ് റിയലി മേക്ക് യു തിങ്ക് അബൌട്ട് സച്ച് ആൾട്ടർനേറ്റീവ്സ് where you are working at present or you would be working in your future. Okay. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ എൻജോയ് ചെയ്യും, പഠിക്കുമ്പോൾ ഇത് പിന്നീട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വി ഹാവ് ടു യൂസ് ഗ്രീനർ മെത്തേഡ്സ് ആൻഡ് ഗ്രീനർ ഓപ്ഷൻസ് whenever feasible and replace the existing non-safer or harmful chemicals by safer alternatives. Okay. അടുത്തത് യൂണിറ്റ് പഠിച്ചാലുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മൈക്രോബ്സ് ആസ് എൻവയോൺമെൻ്റലി ബെനിങ് സിന്തറ്റിക് കാറ്റലിസ്റ്റ്. മൈക്രോബ്സിൻ്റെ കാറ്റലിസ്റ്റായിട്ട് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഫസ്റ്റ് കൺസിഡർ ദ ട്രഡീഷണൽ അപ്രോച്ചസ് ഓഫ് സിന്തസിസ് ഓഫ് 3 important chemicals, namely adipic acid, catechol and butylated hydroxytoluene. ഓക്കെ, ഈ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ റാൻസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ അഡിപ്പിക് ആസിഡിൻ്റെയും കാറ്റക്കോളിൻ്റെയും BHTയുടെയും നോർമലായിട്ട് എങ്ങനെയാണ് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് സിന്തസിസ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾ ദീസ് 3 chemicals are very important and are obtained from benzene and toluene, for which petroleum is the source of material. ഈ മൂന്നും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഇതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്നത് ബെൻസീൻ നിന്നും ടൊളുവിൻ നിന്നും ഒക്കെയാണ്. ബെൻസീൻ, ടൊളുവിൻ, ഫോർ വിച്ച് പെട്രോളിയം ഇസ് ദ സോഴ്സ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ റിസോഴ്സ് മെറ്റീരിയൽ ഏതാ? പെട്രോളിയത്തിൽ നിന്ന് റിഫൈൻ ചെയ്തിട്ടൊക്കെയാണ് പെട്രോളിയം പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതാണ് ഈ ബെൻസീനും ടൊളുവിനും. അപ്പോൾ പെട്രോളിയം ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലേ? ഓക്കെ, അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആയതുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്നത് ബെൻസീനും ടൊളുവിനും അതിനൊക്കെ ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആക്ച്വലി അഡിപ്പിക് ആസിഡും കാറ്റക്കോളും BHTയും മുന്നേ പ്രിപ്പയർ ചെയ്തതെന്നാണ് പറഞ്ഞത്. സോ ദ നീഡ് ഫോർ ആൾട്ടർനേറ്റീവ്സ് വാസ് ഫെൽറ്റ് സ്ട്രോങ്ലി ആൻഡ് വി വുഡ് ഡിസ്കസ് ദ ആൾട്ടർനേറ്റീവ് ഓൾസോ ഇൻ ദിസ് സെക്ഷൻ. We will first discuss each one of these chemicals. ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡിപ്പിക് ആസിഡ്. Adipic acid is produced in large quantities and is used for the manufacture of nylon 6X. Okay, nylon 6X നമ്മൾ കേട്ടിട്ടുണ്ടാവും. നൈലോൺ 6Xും പോളിയൂറത്തേൻ, പ്ലാസ്റ്റിസൈസർ, ലൂബ്രിക്കൻസ് ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷന് അഡിപ്പിക് ആസിഡ് ആവശ്യമാണ്. അപ്പോൾ അഡിപ്പിക് ആസിഡ് ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് നൈലോൺ 6X, പോളിയൂറത്തേൻ, plasticizer and lubricants. Nylon 6X is produced from adipic acid and hexamethylene diamine
using step growth polymerization. Okay, step growth polymerization എന്നാണ് പറയുന്നത്. സോ അഡിപ്പിക് ആസിഡും നൈലോൺ 66 അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും ചേർന്നിട്ടാണ് നൈലോൺ 66 കിട്ടുന്നത്. അപ്പോൾ അഡിപ്പിക് ആസിഡിൻ്റെ ഒരു യൂസായിട്ട് നമുക്ക് നൈലോൺ 66ൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയാം. ഒരു മിനിറ്റ്. അഡിപ്പിക് ആസിഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം നൈലോൺ 6ൻ്റെ ഇക്വേഷൻ എഴുതാം. നൈലോൺ 66 കിട്ടുന്നത് ഇതാണ് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ് ഈ സിക്സാക് ലൈനിൽ CH2 യൂണിറ്റ് ആണെന്നുള്ളത് ഇൻ ബിറ്റ്വീനിൽ അറിയാലോ. അപ്പോൾ ഇതെന്താ COOH, ഒരു എൻഡിൽ COOH, മറ്റൊരു എൻഡിലും COOH, അതിനിടയിൽ 4 CH2 വരുന്നുണ്ടാവും. അതായത് ഇത് COOH പാർട്ട്, ഇതും COOH പാർട്ട്, CH2 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 CH2. ഓക്കെ, അപ്പോൾ COOH COOH CH2 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 CH2. അതാണ് എന്ത്? അഡിപ്പിക് ആസിഡ്. അതാണ് അഡിപ്പിക് ആസിഡ്. അടുത്തത് നോക്കൂ, ഹെക്സാമെത്തിലിൻ ഡയമീൻ. അപ്പോൾ ഈ അഡിപ്പിക് ആസിഡിൽ 6 കാർബൺ ഉണ്ട്. ഈ ഹെക്സാമെത്തിലിൻ അത് പറയുമ്പോഴും എന്താണ് 6 കാർബൺ ഉണ്ട്. അപ്പോൾ NH2 പിന്നെ CH2 6 ടൈംസ് എഴുതിയിട്ടുണ്ട്. അത്രയും ലെങ്തി ആയിട്ടുള്ള മോളിക്യൂൾ നമുക്ക് ഫുള്ളായി എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അഡിപ്പിക് ആസിഡും ഇങ്ങനെ 6 ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. NH2 CH2 6 ടൈംസ് NH2. ഓക്കെ, NH2 CH2 6 ടൈംസ് NH2 gives എന്താണ്? നൈലോൺ 66. ഓക്കെ, C ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു ബോണ്ട്, അതായത് ഈ C ഡബിൾ ബോണ്ട് ഓയിൽ ഈ ഭാഗവും ഈ ഇവിടുത്തെ ഭാഗമൊക്കെ പിന്നെ ഇതിലുള്ള Hഉം എല്ലാം റിമൂവ് ആയി ബാക്കിയാണ് ജോയിൻ്റ് ആവണേ. അപ്പോൾ CH2 4 ടൈംസ് CO, ദെൻ NH CH2 6 ടൈംസ് NH, എന്നിട്ട് അപ്പുറത്തുള്ള ആ ബോണ്ട് കാണിച്ച് അതാണ് ഈ യൂണിറ്റാണ് റിപ്പീറ്റായി വരുന്നത്. ഇതിനെയാണ് നമ്മൾ നൈലോൺ 66 എന്ന് പറയുന്നത്. ഓക്കെ, the adipic acid can be manufactured starting from benzene, which can be catalytically hydrogenated to cyclohexane. ഇനി നമുക്ക് അഡിപ്പിക് ആസിഡിൻ്റെ റിയാക്ഷൻ ആണ് പറയേണ്ടത്. അതിന് മുന്നേ ഇവിടെ നോക്കൂ, ദിസ് ഇസ് പോളിമറൈസേഷൻ നടക്കുന്നു. ഏത് രണ്ടുമാണ് റിയാക്ട് ചെയ്യുന്നത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും. രണ്ടിലും 6 കാർബൺ ആണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിൽ നിന്നും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോയി. അപ്പോൾ CH2 4 ടൈംസ് CO, അപ്പോൾ അഡിപ്പിക് ആസിഡിൽ 6 കാർബൺ ആയി. അതിനുശേഷം NH CH2 6 ടൈംസ് NH, എന്നിട്ട് രണ്ട് സൈഡിലുള്ള ഒരു ബോണ്ട് വരച്ചിട്ട് അതിനെ ക്ലോസ്ഡ് സ്ട്രക്ചർ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എഴുതിയ ശേഷം N ടൈംസ് എഴുതി. അതിനർത്ഥം ദിസ് യൂണിറ്റ് ഇസ് റിപ്പീറ്റിംഗ്. ഇതാണ് പോളിമറൈസേഷനിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, കുറേ മോണോമർ ചേർന്നിട്ടല്ലേ പോളിമർ ആവുന്നത്. ആ മോണോമർ ഉണ്ടാവാൻ എന്തൊക്കെയാണ് വന്നത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും. ദ അഡിപ്പിക് ആസിഡ് can be manufactured starting from benzene, which can be catalytically hydrogenated to cyclohexane. ഇവിടെ നോക്കൂ, ഇതാണ് ബെൻസീൻ. ഓക്കെ, ബെൻസീൻ. So the adipic acid can be manufactured starting from benzene, which can be catalytically hydrogenated to cyclohexane. അതായത് ഹൈഡ്രജൻ, നിക്കൽ ഓർ പ്ലാറ്റിനം. കാറ്റലിസ്റ്റായ നിക്കലും പ്ലാറ്റിനത്തിൻ്റെയും പ്രസൻസിൽ ഹൈഡ്രോജിനേഷൻ നടക്കുകയാണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ചെയ്യുകയാണ്. ബെൻസീൻ റിങ് സൈക്ലോഹെക്സൈൻ ആയിട്ട് മാറും. The cyclohexane so obtained is further oxidized to cyclohexanone. ഈ കിട്ടിയ സൈക്ലോഹെക്സൈനെ നമ്മൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റാണ് കിട്ടുന്നത്. ഏതൊക്കെയാണ്? സൈക്ലോഹെക്സനോൺ. ഇങ്ങനെ എഴുതുന്നത് സൈക്ലോഹെക്സനോൺ. അങ്ങനെ ആലോചിച്ചാൽ മതി. ബെൻസീൻ റിങ്ങിൽ ഒരു ഡബിൾ ബോണ്ട് O അറ്റാച്ച്ഡ് ആവുന്നത് കീറ്റോൺ ആണ്. അപ്പോൾ സൈക്ലോഹെക്സനോൺ പ്ലസ് പിന്നെ ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ OH വരുന്നു. അപ്പോൾ അതെന്താ? സൈക്ലോഹെക്സനോൾ. ഈ 2 പ്രോഡക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ആലോചിച്ച് നോക്കൂ, ബെൻസീൻ ഹൈഡ്രോജനേഷന് ശേഷം സൈക്ലോഹെക്സൈനായി. സൈക്ലോഹെക്സൈൻ ഓക്സിഡേഷന് ശേഷം സൈക്ലോഹെക്സനോണും സൈക്ലോഹെക്സനോളുമായിട്ട് മാറി. അത് പിന്നീട് എന്താണ്? These are then further catalytically oxidized using nitric acid
നൈട്രിക് ആസിഡ് കോപ്പറിൻ്റെയും, അതായത് കാറ്റലിസ്റ്റിക്കലി ഓക്സിഡൈസ്ഡ് പറയുമ്പോൾ നൈട്രിക് ആസിഡാണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതിൻ്റെ പ്രസൻസിലാണ്? കോപ്പറും പിന്നെ NH4VO3 NH4VO3 ഈ രണ്ട് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിലാണ്, കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഇതെന്തായി മാറുന്നത്? അഡിപ്പിക് ആസിഡായിട്ട് മാറുന്നത്. ഇത് അഡിപ്പിക് ആസിഡായിട്ട് മാറുന്നത്. ഓക്കെ, അഡിപ്പിക് ആസിഡ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. പ്ലസ് N2O പ്ലസ് N2O. ഓക്കെ ആണോ? Then, in the above synthesis of adipic acid, benzene being a volatile organic compound, easily vaporizes in the atmosphere. When these vapors are inhaled by human beings, they can cause leukemia and cancer. Benzene is also an occupational health hazard. Occupational health hazard. Okay. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? So in the above synthesis of adipic acid synthesis, ബെൻസീൻ ആണ് നമ്മളുടെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്താണ്? ഇറ്റ് ഈസിലി വേപ്പറൈസസ്, അറ്റ്മോസ്ഫിയറിൽ ഈസിലി വേപ്പറൈസ്ഡ് ആവുന്നു. വെൻ ദീസ് വേപ്പേഴ്സ് ആർ ഇൻഹെയിൽഡ് ബൈ ഹ്യൂമൻ ബീങ്സ്, ഇത് ഹ്യൂമൻ ബീങ്സ് വലിച്ചെടുക്കുമ്പോൾ ദേ ക്യാൻ കോസ് ലുക്കീമിയയും ക്യാൻസറും ഉണ്ടാക്കുന്നു. ബെൻസീൻ ഈസ് ഓൾസോ ആൻ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ഹസാർഡ്. ഓക്കെ, ബെൻസീൻ ഈസ് ഓൾസോ ആൻ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ഹസാർഡ്. ഇനി അടുത്തതാണ്, ഇൻ അഡീഷൻ ടു ബെൻസിൻ്റെ ഒപ്പം നൈട്രിക് ആസിഡ് യൂസ്ഡ് ഫോർ ഓക്സിഡേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ബെൻസിൻ യൂസ് ചെയ്യുന്നു, അതൊരു ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു, വിച്ച് ഈസ് ഓൾസോ റിലീസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അല്ലേ, നൈട്രിക് ആസിഡ് is used for oxidation, produces nitrous oxide. Nitric acid nitrous oxide ആവുന്നു, which is also released in the atmosphere. അതും എന്താണ്? അറ്റ്മോസ്ഫിയറിലേക്ക് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാൻ ചെയ്യുന്നത്. As N2O does not have tropospheric sinks, it rises in the stratosphere and causes the destruction of ozone layer. ഈ N2O ട്രോപ്പോസ്ഫിയറിൽ നിൽക്കാതെ അതെന്താവും? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവും. സ്ട്രാറ്റോസ്ഫിയറിൽ പോയി ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാവും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ N2O ഓക്സിജൻ ഫ്രീ റാഡിക്കലായി ചേർന്ന് NO ഫ്രീ റാഡിക്കലായി മാറും. ഈ NO ഫ്രീ റാഡിക്കൽ ഓസോണിൻ്റെ അവിടെ പോയി NO2 ഫ്രീ റാഡിക്കലും O2 മാറും. ദെൻ ഇത് രണ്ടും നമുക്ക് 2ഉം 3ഉം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓസോൺ. ഒരു ഫ്രീ റാഡിക്കൽ ഓക്സിജൻ്റെ പ്രസൻസിൽ O2 ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്താ? ആ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ഓക്സിജനായിട്ട് മാറുകയാണ്. അപ്പോൾ ഓസോൺ വേണ്ട ആ സ്ഥലത്ത് ഓക്സിജനായി മാറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. സോ ഓസോൺ പ്രൊട്ടക്ട്സ് us from harmful UVB radiation coming the sun. If this ozone layer is depleted, ചെയ്ത് കഴിഞ്ഞാൽ these radiations would reach the surface of the earth and would cause in cancer and cataract in humans. Okay. അപ്പോൾ ഈ റേഡിയേഷൻസ് എർത്തിൻ്റെ സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ക്യാൻസറിനും കാറ്ററാക്റ്റിനും കാരണമാവും എന്നാണ് പറയുന്നത്. ബിസൈഡ് ഓസോൺ ഡിപ്ലീറ്റിംഗ് ആക്ഷൻ, N2O ഇസ് ഓൾസോ എ ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറിച്ച് അറിയാലോ. അപ്പോൾ N2O പ്രൊഡക്ഷൻ ഓസോണിനെ മാത്രമല്ല ഡിപ്ലീറ്റ് ചെയ്യുന്നത്, ഇവിടെ ഗ്ലോബൽ വാർമിങ്ങിനും കാരണമാവും. കാരണം N2O ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ഓക്കെ അല്ലേ, മനസ്സിലായോ? ഇനി അടുത്തത് കാറ്റക്കോൾ. നമുക്ക് കാറ്റക്കോളും പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താം. ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, കാറ്റക്കോൾ നോക്കുക. The production of catechol involves again benzene as the starting material. കണ്ടോ, ഇവിടെയും എന്താണ്? ബെൻസീൻ തന്നെയാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, മാറിപ്പോവരുത്. This can be alkylated to isopropyl benzene. കണ്ടോ, ഇതാണ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. അതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ the production of catechol involves again benzene as the starting material, which can be alkylated to isopropyl benzene, CH3 CH double bond CH2. അപ്പോൾ ഇതെന്താ? ആൽക്കലി ആഡായി. അപ്പോൾ ആൽക്കിലേറ്റഡ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഓക്കെ, സോറി, ഇറ്റ് ക്യാൻ ബി ആൽക്കലേറ്റഡ് ടു ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇവിടെ ഈ ഐസോപ്രൊപ്പൈലായി വന്നിരിക്കുന്നത്. സോ ഐസോപ്രൊപ്പൈൽ ബെൻസീനായിട്ട് കൺവേർട്ട് ആവും. ദ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ഓൺ ഓക്സിഡേഷൻ, ഇനി ഇതെന്ത് ചെയ്യുന്നു? ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ഓക്സിഡേഷൻ ആവുന്നു. ഓക്സിഡേഷൻ ആവുമ്പോൾ ഈൽസ് ഫിനോളായിട്ട് മാറുന്നു. ഫിനോൾ which can be further oxidized catalytically
വീണ്ടും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ വീണ്ടും ഓക്സിഡൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിലോ H ഗ്രൂപ്പ് വന്ന ഫിനോളിനെ നമുക്ക് വീണ്ടും കാറ്റലിറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണോ, ഓക്സിഡൈസ് ചെയ്യാണ്. ആ ഓക്സിഡേഷനിൽ സഹായിക്കുന്നത്, ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് സഹായിക്കുന്നത് H2O2 ആണ്. അതിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, കാറ്റക്കോളും, അതായത് കാറ്റക്കോളാണ് ഓർത്തോ പൊസിഷനിൽ നിന്ന് OH ഗ്രൂപ്പ് വരുന്നത്, ഇത് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ കാറ്റക്കോളും പിന്നെ ബെൻസിൻ റിങ്ങിൽ ഓപ്പോസിറ്റ് സൈഡിൽ OH ഗ്രൂപ്പ് വരുന്നതുമായിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, ക്ലിയർ ആയോ? So isopropyl benzene on oxidation yields phenol, which can further be oxidized catalytically using hydrogen peroxide. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഓക്സിഡൈസിങ് ഏജന്റ് ടു ഗീവ് കാറ്റക്കോൾ ആൻഡ് ഹൈഡ്രോക്വിനോൺ. ഇതിൻ്റെ പേര് ഹൈഡ്രോക്വിനോൺ. The scheme of reactions occurring is shown below. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബെൻസീൻ H+ പ്രസൻസിൽ എന്താണ് ഇവിടെ ഇവിടുത്തെ ഒരു ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആൽക്കലേഷൻ നടന്നിട്ട് ഇവിടെ ഐസോപ്രോപ്പൈൽ ബെൻസീനായിട്ട് മാറും. ഇത് വീണ്ടും ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിനോൾ കിട്ടും. അതിനെ വീണ്ടും കാറ്റലിറ്റിക് ഓക്സിഡേഷനും കാരണമാക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കാറ്റക്കോൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള പൊസിഷനാണ് കാറ്റക്കോൾ. ഓപ്പോസിറ്റ് പൊസിഷനായപ്പോൾ അതിൻ്റെ പേര് ഹൈഡ്രോക്വിനോൺ എന്നായിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ക്ലാസ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.